ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. അനുഗ്രഹിക്കപ്പെട്ടതായ ഈ പ്രഭാതത്തിനായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവ് യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ എൻ്റെ പ്രഭാത വന്ദനത്തെ അറിയിക്കുന്നു. എല്ലാവരും സുഖത്തോടും ക്ഷേമത്തോടും സന്തോഷത്തോടും ആയിരിക്കുന്നു വിശ്വസിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ഒരു വാക്യം വായിപ്പാനായിട്ട് ഞാൻ ആഗ്രഹിക്കുന്ന കഴിഞ്ഞ ദിവസങ്ങളൊക്കെ വിശ്വാസത്തെക്കുറിച്ച് പറയുവാൻ കർത്താവ് ഭാഗ്യമൊരുക്കി തന്നു. ഇന്നും അതിനാധാരമായിട്ടൊരു വാക്യം വായിപ്പാൻ ഞാൻ ആഗ്രഹിക്കുന്നു. മത്തായി സുവിശേഷം 8-ാം അധ്യായം 10-ാം വാക്യം വായിക്കുമ്പോൾ അത് കേട്ടിട്ട് യേശു അതിശയിച്ചു പിൻചെല്ലുന്നവരോട് പറഞ്ഞത്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയും. നമുക്കറിയാം ഈ പശ്ചാത്തലം. ദൈവത്തിന് സ്തോത്രം. ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് തൻ്റെ ബാല്യക്കാരന് വേണ്ടി അപേക്ഷിക്കുകയാണ്. ഹല്ലേലൂയ. അവൻ രോഗമായി കിടക്കുന്നു, നീ ഹല്ലേലൂയ അവനെ സൗഖ്യമാക്കണം. എന്നിട്ട് യേശു പറഞ്ഞു, ഞാൻ നിൻ്റെ ഭവനത്തിൽ വന്ന് അവനെ സൗഖ്യമാക്കും. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ശതാധിപൻ പറയുന്നത്, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി. ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഹല്ലേലൂയ, ഈ ശതാധിപൻ്റെ വിശ്വാസം എത്ര വലിയതായിരുന്നു. അതാ യേശു പറഞ്ഞ്, ഇസ്രായേലിൽ പോലും ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ശതാധിപൻ പറയും, ഒരു വാക്ക് മാത്രം കൽപ്പിച്ചാൽ മതി, നീ എൻ്റെ പുരയ്ക്കകത്ത് വരുവാൻ ഞാൻ യോഗ്യനല്ല. നമ്മുടെ വിശ്വാസത്തിൻ്റെ തോതൊന്ന് അളന്ന് പരിശോധിക്കുക പ്രിയമുള്ളവരെ. ഇന്ന് രാവിലെ കാലം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, രാവിലെ നമ്മുടെ വിശ്വാസം എപ്രകാരമായിരിക്കുന്നു? എന്നും ആരാധനയ്ക്ക് പോകുന്നുണ്ട്, പ്രാർത്ഥിക്കുന്നുണ്ട്, ദൈവസന്നിധി ഇരിക്കുന്നുണ്ട്. പക്ഷേ നമ്മുടെ വിശ്വാസത്തിൻ്റെ തോത് എപ്രകാരമാണ് ഒന്ന് പരിശോധിക്കുക. ദൈവത്തിന് സ്തോത്രം. ഇവർ പറയുക, ശതാധിപൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം 100 പേരുടെ അധിപനാണ്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അവൻ വലിയ പോസ്റ്റിൽ അവിടെ ഇരിക്കുന്നവനാണ്. അവൻ പോലും കർത്താവിൻ്റെ സന്നിധി പറയുക, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ഭവനത്തിൽ നീ, എൻ്റെ വീട്ടിനകത്ത് നീ വരുവാൻ ഞാൻ യോഗ്യനല്ല. അവന് ഏൽപ്പിച്ചു കൊടുത്തിട്ട് പറയുക, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഹല്ലേലൂയ. എൻ്റെ ഭൃത്യന് സൗഖ്യം വരും, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. എന്നിട്ട് ഇത് കണ്ടിട്ട് യേശു പറയുന്നത്, ഞാൻ ഇസ്രായേലിൽ ഇത്ര വലിയ വിശ്വാസം കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് പറയുകയാണ്, ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് അവിടെ അതിൻ്റെ 13-ാം വാക്യം വാങ്ങിയ, പിന്നെ യേശു ശതാധിപനോട്, പോക, നീ വിശ്വസിച്ചതുപോലെ നിനക്ക് ഭവിക്കട്ടെ. ആ നാഴികയിൽ തന്നെ തൻ്റെ ഹല്ലേലൂയ ബാല്യക്കാരൻ്റെ സൗഖ്യം വന്നു. അതാ വിശ്വാസം. ആ നാഴികയിൽ തന്നെ തൻ്റെ ബാല്യക്കാരൻ്റെ സൗഖ്യം വന്നു. ദൈവത്തിന് സ്തോത്രം. ഇവൻ വിശ്വസിച്ചു. നമ്മൾ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞു, ഹല്ലേലൂയ, കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയം. അവൻ കാണാതെ അങ്ങ് വിശ്വസിച്ചു. എൻ്റെ കർത്താവ് ഒരു വാക്ക് പറഞ്ഞാൽ മതി, എൻ്റെ ബാല്യക്കാരന് സൗഖ്യം വരും. അതാ പ്രിയമുള്ളവരെ വിശ്വാസം. നമ്മുടെ വിശ്വാസം എപ്രകാരമായിരിക്കുന്നത്? രാവിലെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുത്തൊന്ന് ശോധന ചെയ്താട്ട് എൻ്റെ വിശ്വാസം എപ്രകാരമായിരിക്കുന്നു. നമുക്ക് വേറൊരു വലിയ വിശ്വാസത്തെക്കുറിച്ച് കാണുവാൻ കഴിയുന്നത് മത്തായി സുവിശേഷം 15-ാം അധ്യായം അതിൻ്റെ 22 മുതൽ വായിക്കുമ്പോൾ, ആ ദേശത്തൊരു കനാന്യ സ്ത്രീ വന്ന് അവനോട്, കർത്താവേ, ദാവീദ് പുത്രാ, എന്നോട് കരുണ തോന്നണമെന്ന്, എൻ്റെ മകൾക്ക് ഭൂതോദ്രം ബാധിച്ചിരിക്കുന്നുവെന്ന് നിലവിളിച്ച് പറഞ്ഞു. ദൈവത്തിന് സ്തോത്രം. ഇവിടെ നമുക്കറിയാം കനാന്യരെ കുറിച്ച് നമ്മൾ ദൈവവചനം പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്ന അവർ ശപിക്കപ്പെട്ടവരാ. ദൈവത്തിന് സ്തോത്രം. നോഗയുടെ കാലത്ത്, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, പശ്ചാത്തലത്തിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. നോഗയുടെ കാലത്ത് ദൈവത്തിന് സ്തോത്രം ശപിച്ചതാ ഈ കനാന്യരെ. അവർ പുറംജാതിക്കാരാ, അവർ ശപിക്കപ്പെട്ടവരാ. ദൈവത്തിന് സ്തോത്രം. ആ കനാന്യ സ്ത്രീയാണ് യേശുവിൻ്റെ അടുക്കൽ വന്ന് നിലവിളിക്കുക. അവൻ നിലവിളിക്കുക, അവൾ കരയുക. എത്ര നിലവിളിച്ചിട്ടും കരഞ്ഞിട്ടും യേശു മൈൻഡ് ചെയ്തില്ലെന്നോ ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, നമ്മൾ കണ്ണുനീരൊഴുക്കുന്നവരല്ലേ, പ്രാർത്ഥിക്കുന്നവരല്ലേ, നമ്മുടെ പ്രാർത്ഥന കുറയ്ക്കല്ലേ കേട്ടോ. ഇവള് എത്ര പ്രാർത്ഥിച്ചിട്ടും എത്ര നിലവിളിച്ചിട്ടും യേശു മൈൻഡ് ചെയ്യാതിരുന്നിട്ടും അവൾ വീണ്ടും തിരിഞ്ഞു പോയില്ല. അവിടെ തന്നെ നിന്ന് അവൾ ദൈവസന്നിധിയിൽ അവൾ അപേക്ഷിച്ചെന്ന്, അവൾ നിലവിളിച്ചെന്ന തൻ്റെ മകൾക്ക് വേണ്ടി, തലമുറയ്ക്ക് വേണ്ടി കരയുന്ന പ്രിയപ്പെട്ടവരില്ലയോ, കണ്ണുനീരൊഴുക്കുന്ന പ്രിയപ്പെട്ടവരില്ലയോ? ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങൾ തലമുറകൾക്ക് വേണ്ടി കരയുന്നവരാണെങ്കിൽ, കണ്ണുനീരൊഴുക്കുന്നവരാണെങ്കിൽ, ദൈവത്തിന് തീർച്ചയായിട്ടും വിടുതലുണ്ട്. അത് നിങ്ങൾ കുറച്ച് കളയല്ലേ. ദൈവം വീണ്ടും പ്രാർത്ഥിക്കുക. അല്ലേ, ദൈവം അവരെ വിടിവിപ്പാൻ ശക്തനാ. ഇവിടെ പറയുകയാണ്. എന്നിട്ട് ശിഷ്യന്മാര് ദൈവത്തിന് സ്തോത്രം യേശുവിനോട് പറയുക, ദൈവത്തിന് അവരുടെ ശിഷ്യന്മാർ അടുക്ക വന്നു, അവൾ നമ്മുടെ പിന്നാലെ നിലവിളിച്ചു കൊണ്ടുവരുന്നു, അവളെ പറഞ്ഞയക്കണമേ എന്ന് അപേക്ഷിച്ചു. ദൈവത്തിന് സ്തോത്രം. എന്നിട്ടും വീണ്ടും അവൾ കരയുക. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. കർത്താവേ, എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞു അവനെ നമസ്കരിച്ചെന്ന്. അപ്പോൾ യേശു പറഞ്ഞ വാക്ക്, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കുന്ന നന്നല്ല എന്ന് ഉത്തരം പറഞ്ഞു.
ദൈവത്തിന് സ്തോത്രം. പ്രിയ ഒരു നായ്ക്കുട്ടിയോട് അവിടെ സാദൃശ്യപ്പെടുത്തിയിരിക്കുക അവളെ. ദൈവത്തിന് സ്തോത്രം. ഇന്നത്തെ കാലത്തായിരുന്നു എന്ത് സംഭവിച്ചതിനെയും പ്രിയമുള്ളവരെ ഒരു നായ്ക്കുട്ടിയോട് സാദൃശ്യപ്പെടുത്തി അവളോട് സംസാരിച്ചു. എന്നിട്ട് അവൾ പറയുന്ന ഒരു വാക്കുണ്ട്. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. എന്നിട്ട് ഇങ്ങനെയാണ് അവൾ പറയുന്നത്. അതിനെ അവൾ അതേ കർത്താവെ നായ്ക്കുട്ടികളും ഉടയവരുടെ മേശയിൽ നിന്ന് വീഴുന്ന നുറുക്കുകൾ ഭക്ഷിക്കുന്നില്ലയോ? അവിടെ വിശ്വാസം നോക്കിക്കോണേ. അതാ വിശ്വാസം. ദൈവം ആ നുറുക്ക് എനിക്ക് എൻ്റെ പൈതലിന് മതി. ഹല്ലേലൂയ. നീ അത് വലുതെനിക്ക് തരണ്ട. ഹല്ലേലൂയ. അവരെടുത്തോട്ടെ, പക്ഷേ എനിക്ക് ആ നുറുക്ക് മതി. ഹല്ലേലൂയ. എത്ര പേർക്ക് പറയുവാൻ കഴിയും പ്രിയമുള്ളവർ? ഇന്ന് രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയുവാനുള്ളത്, ഹല്ലേലൂയ, ദൈവത്തിന് യേശു പറഞ്ഞു, ദൈവത്തിന് സ്തോത്രം, മക്കളുടെ അപ്പം എടുത്ത് നായ്ക്കുട്ടികൾക്ക് ഇട്ടുകൊടുക്കാറില്ല. ദൈവത്തിന് സ്തോത്രം. അത് അവർ തന്നെ എടുത്തോട്ടെ, പക്ഷേ മേശ അവിടെ നിന്ന് അവർ ഭക്ഷിക്കുമ്പോൾ ചെറിയ ചെറിയ കഷ്ണങ്ങളും നുറുക്കുകളും നിലത്ത് വീഴുന്നില്ലയോ? അത് നായ്ക്കുട്ടികൾ ഭക്ഷിക്കത്തില്ലയോ? അതെനിക്ക് മതി. ദൈവത്തിന് എന്നിട്ട് ഇത് കണ്ടിട്ട് യേശു പറയുന്നത്, വിശ്വാസം വലിയത്. നിൻ്റെ വിശ്വാസം വലിയത്. ഹല്ലേലൂയ. നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. ഓൺ ദ സ്പോട്ടിൽ തൻ്റെ പൈതലിന് വിടുതൽ കിട്ടിയതായിട്ട് ദൈവവചനം വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ കഴിയുന്നു. പ്രിയമുള്ളവരെ, നമ്മുടെ വിശ്വാസം എപ്രകാരമായിരിക്കുന്നുവെന്ന് ഇന്ന് രാവിലെ നമ്മളെ ഒന്ന് പരിശോധിക്കുക. ഹല്ലേലൂയ. ഇവിടെ ഈ കനാന്യ സ്ത്രീ പറയുന്നത്, എനിക്ക് ആ നുറുക്ക് മതി. ഹല്ലേലൂയ. മറ്റേ നമ്മൾ ആദ്യം കണ്ടു. ദൈവത്തിന് സ്തോത്രം. ശതാധിപൻ പറയുക, എൻ്റെ ബാലിക്കാരൻ്റെ സൗഖ്യമാകുവാൻ ദൈവത്തിന് സ്തോത്രം നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അതവൻ്റെ വിശ്വാസം. ഇത്ര വലിയ വിശ്വാസം. ഇവിടെയും വലിയ വിശ്വാസം. ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ഹല്ലേലൂയ. യേശു പറയുക, അവിടെയും പറഞ്ഞ്, ഇസ്രായേലിൽ ഇത്ര വലിയ വിശ്വാസം ഞാൻ കണ്ടിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. നീ വിശ്വസിച്ച പോലെ നിനക്ക് ഭവിക്കട്ടെ. ആ സമയം തന്നെ ബാല്യക്കാരന് സൗഖ്യം വന്നത്. ഇവിടെയും ദൈവത്തിന് സ്തോത്രം. നിൻ്റെ വിശ്വാസം വലിയത്. ദൈവത്തിന് സ്തോത്രം. നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ എന്ന് പറഞ്ഞു. ആ നാഴികയിൽ അവളുടെ മകൾക്ക് സൗഖ്യം വന്നു. ദൈവത്തിന് സ്തോത്രം. രാവിലെ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് എനിക്ക് പറയുവാനുള്ളത്, ആ ചെറിയ കഷ്ണം മതി പ്രിയമുള്ളവരെ. ആ നുറുക്ക് കഷ്ണം മതി നമ്മുടെ സൗഖ്യത്തിന്. ദൈവസന്നിധിയിൽ നിന്ന് പറ, കർത്താവേ, എനിക്ക് ആ നുറുക്ക് മതി. എൻ്റെ ജീവിതത്തിലൊരു മാറ്റമുണ്ടാകുവാൻ, എൻ്റെ ജീവിതത്തിലൊരു വിടുതലുണ്ടാകുവാൻ, നാളുകളായി കരയുന്ന വിഷയം, പ്രാർത്ഥിക്കുന്ന വിഷയത്തിനൊരു മറുപടി ലഭിപ്പാൻ എനിക്കത് മതി കർത്താവേ. എനിക്ക് വേണ്ടിയൊന്ന് പ്രവർത്തിക്കണമെന്ന് എത്ര പേര് പറയും. അതാ നമ്മുടെ വിശ്വാസം. നമ്മുടെ വിശ്വാസം ഒന്ന് വർദ്ധിക്കട്ടെ പ്രിയമുള്ള. നമ്മുടെ വിശ്വാസം ഒന്ന് വലിയ വിശ്വാസമെന്നാണ് ഇവിടെ കാണുന്നത്. നിൻ്റെ വിശ്വാസം വലിയത്. ദൈവത്തിന് സ്തോത്രം. അനേകരെ കുറിച്ച് ദൈവവചനം വായിക്കുമ്പോൾ വീണ്ടും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. കർത്താവ് പറയുന്നുണ്ട്, കടുക് മണിയോളം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ മലയോട് നീങ്ങിപ്പോകുവാൻ പറഞ്ഞാൽ അങ്ങനെ സംഭവിക്കുമെന്ന്. അതായത് എന്തുവാന്ന് ചോദിച്ചാൽ, മല പോലുള്ള ജീവിതത്തിന് നേരെ കടന്നു വരുന്ന പ്രശ്നങ്ങൾ, ദൈവത്തിന് സ്തോത്രം, ഹല്ലേലൂയ, നിൻ്റെ ജീവിതത്തിൽ ചെറിയ തോതിലുള്ള വിശ്വാസമുണ്ട്, കട്ടുകുമണിയോളമുള്ള വിശ്വാസമുണ്ടെങ്കിൽ നീ പറഞ്ഞാൽ ആ പ്രശ്നം നീങ്ങിപ്പോകും പ്രിയമുള്ളവരെ. അതാ വിടുതൽ. ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? എൻ്റെ ജീവിതത്തിൽ മല പോലെ വരുന്ന പ്രശ്നങ്ങളെ മാറ്റുവാൻ എൻ്റെ ജീവിതത്തിൽ കടുകുമണിയോളം ഒരു വിശ്വാസം എൻ്റെ ജീവിതത്തിലുണ്ട്. ചെറിയ വിശ്വാസം. ആ വിശ്വാസമാണെങ്കിലും നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ദൈവത്തിന് സ്തോത്രം മാറിപ്പോകും. വിടുതല. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ഇന്ന് രാവിലെ നമ്മളെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം, ഒന്ന് സമർപ്പിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റമുണ്ടാകണം. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഒരു വിടുതൽ വേണം. ദൈവത്തിന് എത്ര പേര് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരായിട്ടുണ്ട്. ഇവിടെ പറയുക, നിൻ്റെ ഹല്ലേലൂയ വിശ്വാസം വലുത്. നിൻ്റെ ഇഷ്ടം പോലെ നിനക്ക് ഭവിക്കട്ടെ. എനിക്ക് ആ കഷ്ണം മതി. ആ നിലത്ത് വീഴുന്ന ചെറിയ ചെറിയ ഞുറുക്കുകൾ മതി എൻ്റെ പൈതലിൻ്റെ വിടുതലിന് വേണ്ടി. മറ്റേടത്ത് പറയുന്നു, എൻ്റെ ഹല്ലേലൂയ ബാലിക്കാരൻ്റെ സൗഖ്യം വരുവാൻ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. അതാ വിശ്വാസം. ഒരു വാക്ക് മതി. ഒരു വാക്ക് മതി. ഇവിടെ പറയാം, ആ ചെറിയ പീസ് മതി. ആ മേശമേൽ നിന്ന് വീഴുന്ന ആ ചെറിയ പീസ് മതി എൻ്റെ പൈതലിൻ്റെ വിടുതലിന് വേണ്ടി. നമ്മളെ തന്നെ നേൽപ്പിച്ചു കൊടുക്കുക. ഈ വചനങ്ങളാൽ ദൈവം നമ്മളെ സഹായിക്കട്ടെ. പരിശുദ്ധനായ കർത്താവേ, രാവിലെ നല്ല വചനം ഞങ്ങൾക്ക് നൽകി തന്നല്ലോ കർത്താവേ. വചനത്തുമ്പാകെ ഞങ്ങളെ സമർപ്പിക്കുന്നു. ഞങ്ങളുടെ വിശ്വാസം പ്രകാരമാണ് ഒന്നുകൂടി പരിശോധിക്കുവാൻ ഇന്ന് രാവിലെ സ്വർഗ്ഗമിടയാക്കിയല്ലോ. ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ ഞങ്ങൾ മതി അയക്കണമേ. ദൈവത്തിന് സ്തോത്രം. എല്ലാ പ്രിയപ്പെട്ടവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിക്ക് ആ സ്തോത്രം യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമീൻ. സ്തോത്രം.